സത്യം പറഞ്ഞാൽ എനിക്ക് ആ കാര്യത്തിൽ ചെറിയ ഒരു കുറ്റബോധം അല്ലെങ്കിൽ പശ്ചാത്താപം തോന്നുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഞാനാണ് സംഗതിവശാൽ വേറെ ഏതോ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു ഏഷ്യാനെറ്റിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്നും അത് പതിറ്റാണ്ടുകളായിട്ട് ശീതനിഷ്ക്രിയതയിലാണ് എന്നും സൂചിപ്പിച്ചത്. അതേ തുടർന്ന് ഈ നാട്ടിലെ മാപ്രകളെല്ലാവരും കൂടി തുനിഞ്ഞിറങ്ങി ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാനായിട്ട്. അന്ന് മനോരമ ന്യൂസ് ചാനലിൽ ജോലി ചെയ്യുന്ന അനിൽ ഇമ്മാനുവൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനാണ് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കോടതിയിൽ നിന്ന് തപ്പിയെടുത്ത് വലിയ വിഷയമാക്കി വിവാദമാക്കി കേസിൻ്റെ വിചാരണ ത്വരിതപ്പെടുത്തിയതും അവസാനം ആന്റണി രാജുവിൻ്റെ ശിക്ഷയിൽ ചെന്ന് അവസാനിച്ചു. പാവപ്പെട്ട ആന്റണി രാജുവിൻ്റെ നിയമസഭാംഗത്വം അന്നേ ദിവസം അസ്ഥിരപ്പെട്ടു പോയി. അതിനുശേഷം അദ്ദേഹം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നോക്കുമ്പോൾ അയോഗ്യത കിടക്കുകയാണ്. ആ ജില്ലാ കോടതിയിൽ അപേക്ഷ കൊടുത്തു, അത് സ്വീകരിക്കപ്പെട്ടില്ല. ഹൈക്കോടതിയിൽ കൊടുത്തു. ഹൈക്കോടതി വാദം കേൾക്കുന്നതിനിടയിൽ ചില സംശയങ്ങളൊക്കെ ഉന്നയിച്ചു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു രാജുവിന് മത്സരിക്കാനുള്ള അവസരം തെളിയും.